പത്തനംതിട്ട നഗരത്തിൽ റോഡരികിൽ കാർ പാർക്ക് ചെയ്തു. തട്ടുകടയിൽ നിന്ന് ഭക്ഷണം വാങ്ങി കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കഴിച്ചു. പുറകെ പോലീസിന്റെ പിഴ സന്ദേശം മൊബൈലിൽ വന്നു. മറ്റുള്ള വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തി അനുവാദമില്ലാത്ത സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്തതിനാണ് 500 രൂപ പിഴയടക്കേണ്ടത്. വാഹനയുടമ പത്തനംതിട്ട സ്വദേശി ബിനു വാഴമുട്ടം പത്തനംതിട്ട ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ ഒരു വിവരാവകാശ അപേക്ഷ സമർപ്പിച്ചു. ചോദ്യങ്ങൾ ഇവയായിരുന്നു: തന്റെ വാഹനത്തിന് പിഴ ചുമത്തിയതിന് കാരണമെന്താണ്? കാർ പാർക്ക് ചെയ്ത സ്ഥലം നോ പാർക്കിംഗ് ഏരിയ ആയിരുന്നോ? ആണെങ്കിൽ തെളിവ് എന്താണ്? വാഹനത്തിന്റെ ഉള്ളിൽ ഡ്രൈവിംഗ് സീറ്റിൽ ഡ്രൈവർ ഉണ്ടായിരുന്നോ? തന്റെ വാഹനം പാർക്ക് ചെയ്തതിന് സമീപം മറ്റു വാഹനങ്ങൾ ഉണ്ടായിരുന്നോ? ആ വാഹനങ്ങൾക്ക് പിഴ ചുമത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വിശദാംശങ്ങൾ ലഭ്യമാക്കുക. തന്റെ വാഹനം മറ്റു വാഹനങ്ങൾക്കോ യാത്രക്കാർക്കോ ഫോട്ടോ എടുത്ത സമയം തടസ്സങ്ങൾ ഉണ്ടാക്കിയോ? ഉണ്ടെങ്കിൽ വിശദാംശങ്ങൾ ലഭ്യമാക്കുക. ചിത്രമെടുത്ത ഫോണിന്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കുക. ഒന്ന്, ഈ ഫോട്ടോ ആരെടുത്തു, ഏത് ഡിവൈസ് വെച്ചെടുത്തു, എന്ത് കാരണത്താൽ എടുത്തു, അതിന് ഡീറ്റെയിൽസ് വേണം. കാരണം വേണമല്ലോ എന്താണെന്നുള്ള കാര്യത്തെപ്പറ്റി. ഈ സമയത്ത് ഞാൻ വയലേഷൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എവിഡൻസ് വേണം, ഞാൻ വയലേഷൻ കാണിച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഞാൻ ഇവിടെ RTOയോട് തിരക്കി പറഞ്ഞു, ഒരു വണ്ടിയുടെ സീറ്റിൽ ഡ്രൈവർ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിൽ പെറ്റിയടിക്കാൻ പാടില്ല. കാരണം സീറ്റിൽ ഡ്രൈവറുണ്ട്, അപ്പോൾ വണ്ടി മാറ്റിയിടാൻ പറയാം, അതേ പറ്റുള്ളൂ, അല്ലാതെ പെറ്റിയടിക്കാൻ പറ്റത്തില്ലെന്ന് പറയാം. ആ രീതി അങ്ങനെ അദ്ദേഹം എനിക്ക് തന്നൊരു ഉപദേശം. സ്വാഭാവികമായിട്ടും ഇവിടെ നടക്കുന്നത് അങ്ങനെയല്ലല്ലോ. ഏതൊരു പാവം പിടിച്ചവൻ വന്നാലും അവനെ എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്തിയാൽ ഒട്ടനെ ഈ മൊബൈൽ ഫോൺ എടുക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് വണ്ടിയിൽ ഇരുന്നു കൊണ്ട് മൊബൈൽ ഫോൺ ഗ്ലാസിന് വെളിയിലേക്ക് ഇട്ട് പോലീസുകാർ നിരത്തി പിടിച്ച് ഫോട്ടോ എടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഹതഭാഗ്യം ജോലി കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിൽ നിന്ന് കൂലിപ്പണിയും കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിരിക്കും. അവൻ ഈ ഹെൽമെറ്റ് ചിലപ്പോൾ വെച്ചില്ലെന്നിരിക്കുക, ചിലപ്പോൾ വണ്ടിയൊക്കെ കാണും, അതിന്റെ ഭാര്യ അവന്റെ പുറകെ കാണും. അത് എന്താ റീസൺ എന്ന് ചോദിക്കുന്നില്ല, അടിച്ചു കൊടുക്കും. അവന്റെ ഒരു ദിവസം കൂലി പോക്കല്ലേ. നമ്മൾ ചിന്തിക്കണം, 1000 രൂപ കൂലി കിട്ടി 500 രൂപ വെറ്റുപോയി പിന്നെന്താ? താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിഴയടയ്ക്കാൻ സന്നദ്ധമാണ്. ഇത് ഈ ജനത്തോട് ഈ കാണിക്കുന്നത് മര്യാദകരാണ്. ഇത് ആരെങ്കിലും വേണ്ട ചോദ്യം ചെയ്യാൻ. ഞാനത് ഇത് മുന്നോട്ട് പോകാൻ കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പെറ്റി സ്വീകരിക്കാൻ, എനിക്ക് പെറ്റി അടയ്ക്കാൻ ബുദ്ധിമുട്ട് പ്രയാസമൊന്നും എനിക്കില്ല. പക്ഷെ ഞാൻ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് അന്നേരം കൂടിയ ധാരാളം നാട്ടുകാരാണ്. അവരെല്ലാം പറയും ഇതെല്ലാം അവർ അനുഭവിച്ചിട്ട് പ്രശ്നമാണ്, ആർക്കും ഇതിന്റെ പിന്നാലെ പോകാൻ വയ്യ. കാരണം ഒരു യുദ്ധത്തിന് പോകാൻ വയ്യ, 500 രൂപ പോട്ടെ, 1000 രൂപ പോട്ടെന്ന് പറഞ്ഞ് ഇവരെല്ലാം അടയ്ക്കുക. അത് ഇവർക്ക് വളമാണ്. ഈ പേടിപ്പിച്ച് അത് ഭീഷണിപ്പെടുത്തി ഈ പൈസ വാങ്ങിക്കുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കണമെന്ന അഭിപ്രായമാണ് തനിക്കുള്ളത്. തെറ്റ് ചെയ്യാത്ത വാഹന ഉടമകളെ ദയവ് ചെയ്ത് നിയമപാലകർ ഉപദ്രവിക്കരുതെന്നും ഇദ്ദേഹം പറയുന്നു. വിവരാവകാശ മറുപടിക്കായി കാത്തിരിക്കുകയാണ് ഈ വാഹന ഉടമ. റിപ്പോർട്ടർ, പത്തനംതിട്ട.